സംസ്ഥാനത്ത് വീണ്ടും ഒരു വെർച്വൽ അറസ്റ്റ് ശ്രമമുണ്ടായി. കഴിഞ്ഞ ദിവസം ഇടപ്പഴഞ്ഞി സ്വദേശിയായ റിട്ടയർഡ് അധ്യാപകനെയാണ് തട്ടിപ്പ് സംഘം വിളിച്ചത്. സംശയം തോന്നിയ മകൻ പോലീസിൽ വിവരമറിയിച്ചു. മ്യൂസിയം എസ്ഐ ഷെഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി തട്ടിപ്പ് കയ്യോടെ പൊളിച്ചു. തട്ടിപ്പിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കള്ളപ്പണ ഇടപാട് നടത്തിയെന്ന് പറഞ്ഞായിരുന്നു വെർച്വൽ അറസ്റ്റ്. 3 മണിക്കൂറോളം തിരുവനന്തപുരം ഇടപ്പഴഞ്ഞി സ്വദേശിയായ അധ്യാപകനെയും കുടുംബത്തെയും തട്ടിപ്പ് സംഘം മുൾമുനയിൽ നിർത്തി. കള്ളപ്പണ ഇടപാടിന്റെ പേരിൽ മുംബൈയിൽ പിടിയിലായ വിമൽകുമാർ എന്ന വ്യക്തിക്ക് ഇടപ്പഴഞ്ഞി സ്വദേശിയായ അധ്യാപകനുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞായിരുന്നു ആദ്യ കോൾ എത്തിയത്. പിന്നാലെ വീഡിയോ കോളിലെത്തിയ CBI ഉദ്യോഗസ്ഥൻ വെർച്വൽ അറസ്റ്റിലെന്ന് അറിയിച്ചു. സംശയം തോന്നിയ ഭാര്യ മകന് രഹസ്യമായി വിവരമറിയിച്ചു. മകനിത് പോലീസിന് കൈമാറി. പരാതി കിട്ടിയ ഉടൻ മ്യൂസിയം പോലീസ് വീട്ടിലെത്തുമ്പോഴുള്ള കാഴ്ച ഇങ്ങനെ. ജോലി തടസ്സപ്പെടുത്തരുതെന്ന് പറഞ്ഞ SIയെയും വിരട്ടാൻ തട്ടിപ്പുകാരുടെ ശ്രമം. What is your concern about? Okay. You do whatever you can do. SI തിരിച്ച് ചോദ്യം ചെയ്തതോടെ അപകടം മനസ്സിലാക്കിയ തട്ടിപ്പ് സംഘം തടിയൂരി. If you have anything to say, you just directly do you? Oh, yeah, I understand you. Whatever you are saying, you just came to this particular place and you just arrest him. Okay. 15 മിനിറ്റ് വൈകിയെങ്കിൽ പണം നഷ്ടമായേനെന്ന് മ്യൂസിയം SI ഷെഫിൻ. നമ്മൾ ശരിക്കുള്ള ഒരു യൂണിഫോം ദേഹത്ത് കിടക്കുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ നമ്മൾ ഇടപെട്ടപ്പോൾ ആണ് അത് അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകേണ്ട ഒരു അവസ്ഥ വന്നത്. കാരണം അതുപോലും തന്നെ നമുക്ക് മാക്സിമം നമ്മളെപ്പോലും കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ളൊരു ചാതുര്യമുള്ള ആൾക്കാരായിരിക്കും അവിടെ അപ്പർ സൈഡിലിരിക്കുന്നത്. വെർച്വൽ അറസ്റ്റ് പോലുള്ള സൈബർ തട്ടിപ്പുകൾക്കെതിരെ വാർത്തകളും ബോധവൽക്കരണ സന്ദേശങ്ങളും തുടരുന്നതിനിടെയാണ് വീണ്ടും ആളുകൾ കബളിപ്പിക്കപ്പെടുന്നത്. നിങ്ങളുടെ അടുത്തേക്കും ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ വന്നേക്കാം. ജാഗ്രത കൈവിടരുത്. MG പ്രതീഷ്, 24 തിരുവനന്തപുരം.